Hi, welcome to EduPlus. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോളജി. എന്തൊക്കെ അറിയാം എക്കോളജീനെ പറ്റിയിട്ട്? എക്കോളജി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് എന്താ റിമൈൻഡ് ചെയ്യിക്കുന്നത്? നിങ്ങൾ ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും എക്കോളജി എന്താണ് എക്കോളജിക്കൽ ഒരു എക്കോസിസ്റ്റം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? ഒരു പോണ്ട് എന്ന് പറയുന്ന ഒരു എക്കോസിസ്റ്റമാണ് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓർഗാനിസം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ഓർഗാനിസംസ് ജീവിക്കുന്നുണ്ട്. നമ്മളുടെ സറൗണ്ടിങ്സ് ഓർ എൻവയറമെൻറ്റ് എന്നതിനെയൊക്കെ എക്കോളജി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താ എക്കോളജി, നമുക്കും എക്കോളജിക്കലി നമ്മളെങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് എന്ന് പറയണത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാര്യമാണ് എൻവയറമെൻറ്റൽ എക്കോളജി. എന്താണ് എൻവയറമെൻറ്റൽ എക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് എൻവയറമെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? എൻവയറമെൻറ്റ് പറയുമ്പോൾ അതൊരു ഫിസിക്കലോ അല്ലെങ്കിൽ ബയോകെമിക്കലോ ബയോളജിക്കലോ അല്ലെങ്കിൽ ഫിസിക്കൽ കെമിക്കൽ ബയോട്ടിക് കണ്ടീഷൻസ് സറൗണ്ടിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ലിവിങ് ഓർഗാനിസം. ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും അതേപോലെ എൻവയറമെൻ്റലി എങ്ങനെയൊക്കെയാണ് നമ്മളെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതാണ് എൻവയറമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു ഓർഗാനിസം, ഈ എൻ്റെ ഓർഗാനിസത്തിന് ചുറ്റുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. ഇവിടെ ചൂടാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കും? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടെമ്പറേച്ചർ നമ്മൾക്ക് ഒരു ഫാക്ടറാണ്. ചൂടെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേർക്കും. ഇപ്പോൾ വേർക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവയറമെൻറ്റ് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് സസ്റ്റെയിൻ ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാൻ ഇടുമ്പോൾ നമുക്ക് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ നോർമലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോൾഡ് മെക്കാനിസമാണ് സ്വെറ്റ്. അപ്പോൾ എൻവയറമെൻറ്റ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരു ഓർഗാനിസത്തിനെ സർവൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതാ എൻവയറമെൻറ്റ് രണ്ട് ടൈപ്പാണുള്ളത്. എബയോട്ടിക്കും ഉണ്ട് ബയോട്ടിക്കും ഉണ്ട്. ഇതാണ് രണ്ട് ടൈപ്പ്, എബയോട്ടിക്കും ബയോട്ടിക്. എബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ക്ലൈമറ്റിക്കും അതേപോലെ നേച്ചർ ഓഫ് ദ സോയിലിൽ ഉണ്ടാകുന്ന കെമിക്കൽ ഫാക്ടേഴ്സും ഇതെല്ലാമാണ് എബയോട്ടിക് എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ മേജർലി ആലോചിക്കാൻ നോൺ ലിവിങ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എബയോട്ടിക് എന്ന് പറയുന്നത്. ബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എൻവയറമെൻറ്റിനോട് ഒരു ലിവിങ് ഓർഗാനിസം ഒരു എൻവയറമെൻറ്റിലുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പ്ലാന്റ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസം ഇതൊക്കെ ലിവിങ് ആയിട്ടുള്ളവരല്ലേ, അവരെന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് ബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ എൻവയറമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എബയോട്ടിക്കും ഉണ്ടാകും ബയോട്ടിക്കും ഉണ്ടാവും. എബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് ആയിരിക്കും. ബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ള നമ്മളുടെ ഓർഗാനിസത്തിനെയാണ് ബയോട്ടിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് എക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. സയൻറ്റിഫിക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസവും എൻവയറമെൻറ്റും. ഇപ്പം ഒരു ഓർഗാനിസം ഉണ്ട്, ആ ഓർഗാനിസവും അതിൻ്റെ എൻവയറമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്കോളജി പറയുക. ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതൊരു ട്രീ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം, ഒരു ട്രീ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറാണ്. ഈ ട്രീനെ നമ്മൾ മീൻസ് ട്രീനോട് നോക്കി ജീവിക്കുന്നത് ആരാണ്? ഒരു കൺസ്യൂമർ. ഈ ട്രീ തിന്ന് ജീവിക്കുന്ന ഒരു ഡിയറാണെന്ന് വിചാരിച്ചോ, മാന്. ഈ മാനെന്ന് പറയണത് ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ ട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഡിയർ ഉള്ളത്. ഈ ഡിയർ എന്ന് പറയുന്ന സാധനം ഒരു കൺസ്യൂമറാണ്. കാരണം പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾ എപ്പോഴും പ്ലാന്റ് ആയിരിക്കും. കാരണം പ്ലാന്റാണ് എപ്പോഴും സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ. അപ്പം എക്കോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാന്റ് ഒരു പ്രൊഡ്യൂസറും നമ്മൾ കഴിക്കുന്ന ഓർഗാനിസം അതൊരു കൺസ്യൂമറും ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ മരിച്ചെന്ന് വിചാരിച്ചോ, നമ്മൾ മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ട് മാറുമല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യാം? വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് കൊടുക്കാൻ പറ്റും. അത് പറഞ്ഞാൽ എബയോട്ടിക്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോൺ ലിവിങ് ആയി. നോൺ ലിവിങ് ഓർഗാനിസം ഡീകമ്പോസ് ചെയ്ത് അത് പ്ലാന്റിന് തന്നെ എന്താക്കും? ഒരു നല്ല കാര്യമാകും. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ എർത്തിലെ എന്ത് സിസ്റ്റവും ഇങ്ങനെ സർക്കിളൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് പറഞ്ഞാൽ ഒരാൾ മരിച്ചാൽ ഒരാൾക്ക് വളമാണ്, അങ്ങനെ പറയില്ലേ? അതുപോലെ ഇപ്പോൾ ട്രീ മരിച്ചു കഴിഞ്ഞാൽ ട്രീ വേറൊരു ട്രീൻ്റെ ഒരു സോയിലിൽ കുറേ ന്യൂട്രിയൻസ് കൊടുക്കും, അത് വേറൊരു ട്രീ വളരാൻ സഹായിക്കും. ആനിമൽസ് മരിച്ചു കഴിഞ്ഞാലോ ആനിമൽസിൻ്റെ ഡെഡ് ഓൺ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ബോഡീസ് മറ്റുള്ളൊരു സോയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് എക്കോളജിക്കലി നമ്മൾ പറയുന്ന ഒരു കാര്യം. അപ്പം എക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഓർഗാനിസവും എൻവയറമെൻറ്റും തമ്മിലൊരു ബേസിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് കാണിക്കാനാണ് നമുക്ക് ഈ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ ആയിരിക്കും. അതിനെ കൺസ്യൂം ചെയ്തിട്ട് നമുക്ക് ആരുണ്ടാകും? ഒരു കൺസ്യൂമർ ഉണ്ടാകും. ഇതാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് വരുന്ന അടുത്ത കാര്യമാണ് ബയോസ്ഫിയർ. എന്താണ് ബയോസ്ഫിയർ പറഞ്ഞാൽ? ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. അത് പറഞ്ഞാൽ നമ്മൾ എർത്തിനെ ചുറ്റിയിട്ട് ഒരു ലെയർ ഉണ്ടാവും. എർത്തിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ലെയർ ഉണ്ടാവും. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓക്സിജൻ, നൈട്രജൻ, അങ്ങനെ കുറേ അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ടാവുമല്ലോ. ഈ എയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോസ്ഫിയർ എന്ന് പറയുന്നത്.
ഇത് കണ്ടോ, ബയോസ്ഫിയർ ഇസ് എ തിൻ ലെയർ ഓൺ ഓർ അറൗണ്ട് ദ എർത്ത് വിച്ച് സസ്റ്റെയിൻസ് ദ ലൈഫ് ഇസ് കോൾഡ് എസ് ബയോസ്ഫിയർ. നമ്മളെ ചുറ്റിനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അങ്ങനത്തെ ലെയർ ഓഫ് എന്താ പറയുക, അങ്ങനത്തെ ലെയർ ഓഫ് എയർ ഓർ ഗ്യാസസ് ഉള്ളത് കൊണ്ടാണ് നമ്മളവിടെ സർവൈവ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ മാർസിൽ പോയിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ, അവിടെ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പം അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണം. അതാണ് നമ്മൾ ഓക്സിജൻ ഒക്കെ ക്യാരി ചെയ്തിട്ട് ആസ്ട്രോനോട്ട്സ് ഒക്കെ പോകുന്നതിൻ്റെ റീസൺ. അപ്പം നോർമലി എന്താണ്, ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു തിൻ ലെയർ ഓഫ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയർ ഓഫ് ഗ്യാസസ് ദാറ്റ് ഈസ് പ്രസൻറ്റ് അറൗണ്ട് ദ എർത്ത് ആണ്. ഓക്കെ, ഇനി ഈ ബയോസ്ഫിയർ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ഇങ്ങനെ 3ആയി ഡിവൈഡ്. ഈ അറ്റ്മോസ്ഫിയറിലാണ് എന്തുണ്ടാവുക, ഓക്സിജൻ ഗ്യാസസ് ഒക്കെ ഉണ്ടാകുന്നത്. ലിത്തോസ്ഫിയർ ഉണ്ട്, ഹൈഡ്രോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ലെയേഴ്സ് ആയിട്ട് എർത്തിൻ്റെ ക്രസ്റ്റിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പം അതിൽ എയർ, ലാൻഡ്, വാട്ടർ. ഓക്കെ, എയർ പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ, ലാൻഡ് പറഞ്ഞാൽ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വാട്ടർ. ഹൈഡ്രോ മീൻസ് വാട്ടർ ആണ്. അങ്ങനെ ആലോചിക്കണേ. അപ്പം ഇത്രയും ആയിട്ടാണ് ബയോസ്ഫിയർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി എന്തായിരിക്കും കമ്പോണൻറ്റ്സ് ഓഫ് എൻ എൻവയറമെൻറ്റ് അറിയോ? എന്തൊക്കെ കമ്പോണൻറ്റ്സ് ആണ് എൻവയറമെൻറ്റിലുള്ളത്? എൻവയറമെൻറ്റിലെ കോമ്പോണൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബയോട്ടിക്കും ഉണ്ട്, എബയോട്ടിക്കും ഉണ്ട്. ബയോട്ടിക് പറഞ്ഞാൽ നോൺ ലിവിങ് ആയിരിക്കും, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് ആയിരിക്കും. അത് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ് വരുന്നത് ബയോട്ടിക്കിലാണ്. അത് എപ്പോഴും ആലോചിച്ച് നോക്കണേ. ബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ആയിരിക്കും. അത് മേജർലി ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ് ആണ്. ആൻഡ് എബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് ആയിട്ടുള്ള ഫിസിക്കലും കെമിക്കലായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ, ഓർ നോൺ ലിവിങ് ആയിരിക്കും. വലിയ ലൈക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എബയോട്ടിക് എന്ന് പറയുന്നത് നോൺ ലിവിങ് അല്ലാത്ത കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരാത്ത ആൾക്കാരെയാണ് നമ്മൾ എബയോട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ആലോചിച്ച് വെക്കുക. ഇനി എന്താണ് എക്കോസിസ്റ്റം? എക്കോസിസ്റ്റത്തിനെ പറ്റി എന്താ പറയുക? ഈ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എക്കോസിസ്റ്റം. ഇതൊരു പോണ്ട് എക്കോസിസ്റ്റത്തിനെ ഇവിടെ കൊടുത്തിട്ടില്ല. പോണ്ട് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? പോണ്ട് എക്കോസിസ്റ്റത്തിൽ നിങ്ങൾ നോക്ക്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ കണ്ണിൽ കാണാൻ പറ്റാത്ത, നോർമൽ ഐസിന് കാണാൻ പറ്റാത്ത, കുഞ്ഞു ഫിഷസിനൊക്കെ തിന്നാൻ പറ്റുന്ന ചെറിയ ടൈപ്പ് ഓഫ് വേംസ് പോലത്തെ ജീവികളാണ് ഈ എന്താ പറയുക, പോണ്ടിൻ്റെ പൊക്കത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് കുറച്ച് ജീവികളുണ്ടാവും. അതിനാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് പറയുക. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ കഴിക്കുന്ന ആളാണ് സൂ പ്ലാങ്ക്ടൺസ്. കുറച്ചും കൂടെ വലിയ ആൾക്കാരാണ്. അവർ സൂം പ്ലാങ്ക്ടൺസ് എന്ന് വിളിക്കും. ഈ സൂ പ്ലാങ്ക്ടൺസ് ഇവർ കണ്ടോ, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് പ്രൊഡ്യൂസേഴ്സാണ്. പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്നവർ ഹെർബിവോഴ്സ് ആയിട്ടുള്ള സൂ പ്ലാങ്ക്ടൺസ്. സൂ പ്ലാങ്ക്ടൺസിനെ പിന്നെ ആരാ കഴിക്കുക? നമ്മളുടെ കുറച്ചും കൂടെ വലിയൊരു ഫിഷ് കഴിക്കും. അത് പറഞ്ഞാൽ കാർണിവോർ ഫിഷ് കഴിക്കും. ആ ഫിഷിനെ അതിലും വലിയൊരു ഫിഷ് കഴിക്കും. സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, സൂ പ്ലാങ്ക്ടൺസ് പ്രൈമറി കൺസ്യൂമേഴ്സ്, കാർണിവോർസ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടേർഷറി കൺസ്യൂമേഴ്സ്. ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക. ആദ്യം പ്രൊഡ്യൂസേഴ്സ്, പിന്നെ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് വരുന്ന സമയത്ത് തന്നെ പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ് ഉണ്ട്, പിന്നെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ട്, പിന്നെ ടേർഷറി കൺസ്യൂമേഴ്സ് ഉണ്ട്. എനിക്ക് കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ എനർജി ലെവൽ ഓഫ് ഫ്ലോ ഓഫ് എനർജി ലെവൽ ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് ഈ പോണ്ട് സിസ്റ്റത്തിൽ പറയുന്നത്. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് സസ്റ്റെയിനിങ് യൂണിറ്റ്. അത് പറഞ്ഞാൽ ഒരാളെ തിന്നാൽ വേറൊരാളുണ്ടാവും. അപ്പോൾ അവർ സെൽഫ്ലി ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് നോക്കുന്നത്. അപ്പം എക്കോസിസ്റ്റം ശരിക്കും 2 തരത്തിലുണ്ട്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഉണ്ട്, എക്വാട്ടിക് ഉണ്ട്. ഇത് പോണ്ട് എക്കോസിസ്റ്റം ഒരു എക്വാട്ടിക് അല്ലേ? മീൻസ് എക്വാട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിലത്തെ പരിപാടിയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ടെറസ്ട്രിയൽ അറിയോ എന്താണെന്ന്? ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ. എന്താ വെച്ചാൽ ഇപ്പോൾ ഗ്രാസ് ഹോപ്പറിനെ തിന്നാൻ അത് എന്ത് വരും? ഫ്രോഗ് വരും. ഫ്രോഗിനെ തിന്നാൻ സ്നേക്ക് വരും. സ്നേക്കിനെ തിന്നാൻ ബേർഡ് വരും. ബേർഡിനെ തിന്നാൻ നമ്മളുണ്ടെങ്കിൽ നമ്മളും വരും. അതിനെയാണ് ടെറസ്ട്രിയൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതാണ്. ഈ ഒരു ഓർഡർ എന്തായാലും നോക്കി വെക്കണം. ഈ ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡർ. പ്രൈമറി കൺസ്യൂമേഴ്സ്, ഇത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ഇതാ പ്രൊഡ്യൂസേഴ്സ്. ഇത് യൂഷ്വലി പ്ലാന്റ് ആയിരിക്കും പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും വരിക. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ട്, പിന്നെ ടേർഷറി കൺസ്യൂമേഴ്സ് ഉണ്ട്. ടേർഷറി കൺസ്യൂമേഴ്സ് എപ്പോഴും മാൻ ആയിരിക്കും. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, മാൻ കണ്ടോ, പ്ലാന്റ് ആയിരിക്കും. ഇത് പ്ലാന്റ് എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാന്റ്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഗ്രാസ് ഇത് കണ്ടോ, ഫസ്റ്റ് ട്രോഫിക് ലെവൽ, സെക്കൻഡ് ട്രോഫിക് ലെവൽ, തേർഡ്, ഫോർത്തിൽ എപ്പോഴും മാൻ ഉണ്ടാവുക. പിന്നെ സെക്കൻഡറി കൺസ്യൂമറിലാണ് ബേർഡ്, ഫിഷ്, വുൾഫ്. അത് പറഞ്ഞാൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസിന് തിന്നാൻ സൂ പ്ലാങ്ക്ടൺസ് ഉണ്ട്. സൂ പ്ലാങ്ക്ടൺസിന് തിന്നാൻ ബേർഡ്, ഫിഷ്, വുൾഫൊക്കെ ഉണ്ട്. അവരെ തിന്നാൻ നമ്മൾ ലയൺ, നമ്മൾ ലയണിൻ്റെ കൂടെയാണ് വരുന്നത്. ഓക്കെ, അത്രയും വലിയ ഒരു കിൻഡത്തിൽ ഓഫ് ക്ലാസിഫിക്കേഷനിലാണ് നമ്മളുള്ളത്. ഇതാണ് നിങ്ങളോട് ട്രോഫിക് സൈക്കിൾസിനെ പറ്റിയിട്ടുള്ള ഒരു ഗ്രാഫോ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ട ഡയഗ്രാം.
ഇതിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ട്, എനർജി ഫ്ലോ ഉണ്ട്, ന്യൂട്രിയൻ സൈക്കിളും ഉണ്ട്. ഓക്കെ, അപ്പം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് എന്ത് അബ്സോർബ് ചെയ്യുന്നു, എന്ത് ന്യൂട്രിയൻസ് ആണോ അബ്സോർബ് ചെയ്യുന്നത്, ആ ന്യൂട്രിയൻസ് എങ്ങോട്ടേക്ക് വന്നു, ടേർഷ്യറി കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമ്മളിൽ വരെ എത്തുന്നുണ്ട്. ഓക്കെ, അതാണ് എനർജി ഫ്ലോ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. എന്താണ് ഇതാ ഫസ്റ്റത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് ലാൻഡ്. ഇതാ ഗ്രാസ് ലാൻഡിൽ പ്ലാന്റ്, അതിനെ കൺസ്യൂം ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടേർഷ്യറി കൺസ്യൂമേഴ്സ്, അങ്ങനെ പലതുണ്ട്. പോണ്ടിലാവുമ്പോൾ പ്ലാന്റ് കണ്ടോ, പിന്നെ അതിനെ തിന്നാൻ അടുത്ത പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടേർഷ്യറി കൺസ്യൂമർ. അതുപോലെ ഫോറസ്റ്റിൽ വരുന്ന സമയത്ത് ഫോറസ്റ്റ് തിന്ന് ജീവിക്കുന്നത് ആരാ, ഡിയർ. അപ്പോൾ അത് പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ഓർഡർ ഓഫ് ക്ലാസിഫിക്കേഷനാണ് എപ്പോഴും നമ്മളുടെ ട്രോഫിക് ലെവൽ ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് എനർജി ഫ്ലോ ത്രൂ ആൻ എക്കോസിസ്റ്റം പറഞ്ഞാൽ അറിയോ? വാട്ട് ഈസ് എനർജി ഫ്ലോ ത്രൂ ആൻ എക്കോസിസ്റ്റം? അത് പറഞ്ഞാൽ നമ്മളിപ്പം ഏതൊരു പ്ലാന്റിനെ കൺസ്യൂം ചെയ്തു, പ്ലാന്റിനെ ഏതെങ്കിലും ഒരു ജീവി കൺസ്യൂം ചെയ്തു. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു ഗ്രാസ് ഉണ്ട്, ആ ഗ്രാസിനെ തിന്നാൻ ഗ്രാസ് ഹോപ്പർ വന്നു. ഇതാ ഗ്രാസിനെ തിന്നാൻ ഗ്രാസ് ഹോപ്പർ വന്നു. ഗ്രാസ് ഹോപ്പറിനെ തിന്നാൻ ആര് വന്നു? ഫ്രോഗ് വന്നു. ഫ്രോഗിനെ തിന്നാൻ സ്നേക്ക് വന്നു. സ്നേക്കിനെ തിന്നാൻ ആര് വന്നു? ബേർഡ് വന്നു. ബേർഡിനെ തിന്നാൻ ആരായി? നമ്മൾ വന്നു. ആര്? ഹ്യൂമൻസ് വന്നു ചോദിച്ചോ. അപ്പം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത എന്താണോ മിനറൽസോ ന്യൂട്രിയൻസോ എന്താണോ ഉള്ളത്, അത് പുറത്തേക്കൊന്നും പോകുന്നില്ല. അത് ഈ ഒരു സൈക്കിള് പോലെ തന്നെ തിരിച്ച് ഹ്യൂമണിലേക്ക് എത്തി. ഹ്യൂമൻ മരിച്ചാൽ അത് നേരെ പ്ലാന്റ് എവിടേക്ക് എടുക്കും? സോയിലിൽ കൂടെ കൺസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു എന്താ പറയുക, എനർജി ഫ്ലോ ഹയർ ഓർഗാനിസത്തിൽ വരെ എത്തും. എന്നിട്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു എനർജി എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും? സോയിലിലേക്ക് ഫ്ലോ ചെയ്യും. അത് പിന്നെയും പ്ലാന്റ് എടുക്കും. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും അവസാനിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ ഓഫ് എനർജിയാണ്. ഇപ്പോൾ നോക്ക്, സൺലൈറ്റ് യൂസ് ചെയ്ത്, നമ്മളിപ്പോൾ സൺലൈറ്റ് യൂസ് ചെയ്തിട്ടാണല്ലോ പ്ലാന്റ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയും. അപ്പോൾ പ്ലാന്റ് ആണ് ഇവിടെ എപ്പോഴും വരിക. പ്ലാന്റ് എന്ന് പറയുന്ന ഓട്ടോട്രോപ്സ് വന്നു. ഇനി ആ പ്ലാന്റിനെ കൺസ്യൂം ചെയ്ത് ഹെർബിവോർസ് വന്നു. അപ്പോൾ അവരവിടെ പ്രൈമറി കൺസ്യൂമേഴ്സായി. ഇനി കൺസ്യൂമേഴ്സായി. പിന്നെ അതിന് ഹെർബിവോറിനെ കൺസ്യൂം ചെയ്യുന്ന പ്രൈമറി കാർണിവോർ നമ്മൾ, സെക്കൻഡറി കാർണിവോർ. പിന്നെ സെക്കൻഡറി കാർണിവോർ ഡീകമ്പോസ് ചെയ്താൽ ആ എനർജി ഇങ്ങോട്ടേക്ക് തന്നെ എത്തി, സോയിലിൽ തന്നെ എത്തി, അത് നേരെ പ്ലാന്റുകൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇതാണ് പരിപാടി. ഇത്രയാണ് എനർജി ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്മോളർ ഓർഗാനിസത്തിൽ നിന്ന് ഒരു ലാർജർ ഓർഗാനിസത്തിലേക്കുള്ള എനർജി ഫ്ലോവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി ഫ്ലോ ത്രൂ ആൻ എക്കോസിസ്റ്റം ഈസ് ഡൺ ബൈ ഏതാണ് നമ്മളുടെ ഒരു പ്ലാന്റ് ആയിരിക്കും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനുണ്ടാവുക. പ്ലാന്റ് തൊട്ട് ഒരു ഹയർ ഓർഗാനിസത്തിലേക്കായിരിക്കും എനർജി ഫ്ലോ ഉണ്ടാവുക. ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്കോളജിക്കൽ പിരമിഡിനെ പറ്റിയിട്ട്. എന്താണ് ഈ എക്കോളജിക്കൽ പിരമിഡ് പറഞ്ഞാൽ അറിയോ? എക്കോളജിക്കൽ പിരമിഡ്സ് എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഇങ്ങനെ പ്ലാന്റ് ഉണ്ട്, പ്ലാന്റിനെ കൺസ്യൂം ചെയ്തിട്ട് അതിൻ്റെ വലിയ ഓരോ ഓർഗാനിസം കൺസ്യൂമേഴ്സിനെ പറഞ്ഞു. ഇതെന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. ഇവിടെ കുറേ ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഈ ഇൻഡിവിജ്വൽസിനെ കാണിക്കുന്ന കുറേ ആണെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് വരുന്ന ഒരു ഇതാണ് ഇത്. പിന്നെ ഹെർബിവോർ ആയിരിക്കും, പിന്നെ കൺസ്യൂമേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽസിന് എപ്പോഴും വയ്ക്കേണ്ട ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും കൂടുതലായിരിക്കും, ഹെർബിവേഴ്സ് കുറവായിരിക്കും, കാർണിവോർ അതിലും കുറവായിരിക്കും. ഇത് കാണിക്കുന്ന വെറും എനർജിയാണ്. ഇനി അടുത്തത് വരുന്നതാണ് ബയോമാസ്. ഓക്കെ, ബയോട്ടോമാസ് 2 ടൈപ്പാണുള്ളത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെയും പ്രൊഡ്യൂസേഴ്സ്, ഇത് രണ്ടും സെയിം ആണ്, ഹെർബിവോർ കാർണിവോർ. ഇതിൽ രണ്ടിലും ഈക്വലാണ്, രണ്ടും സെയിം ആണ്. ഇൻഡിവിജ്വൽസും ബയോട്ടോമാസ് എന്ന് പറയുന്നതും ഇതും സെയിം ആണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇത് വ്യത്യാസം വരുന്നത് GM² പിന്നെ അതേപോലെ MgM (3) ഇതിലാണ് വ്യത്യാസം വരുന്നത്. ഈ ബയോട്ടോമാസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മളുടെ സെയിം ആസ് ഇതാണ്, അത് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ്, ഹെർബിവോർ, കൺസ്യൂമർ. ഇത് കൂടുതൽ, ഇത് കുറവ്, ഇത് പിന്നെ അതിലും കുറവാണ് വരുന്നത് ഇതിൽ കേട്ടോ, ഈ കേസിൽ. പക്ഷേ ഈ ബയോട്ടോമാസ് ഇങ്ങനെ mg/m³ വരുന്ന ആ സാധനത്തിൽ വരുമ്പം പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര കുറവ്, ഹെർബിവോർസ് ഭയങ്കര കൂടുതൽ, കാർണിവോർ കുറവാണ്. ഇങ്ങനെ വരുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതി കൊടുക്കണം. ഇനി അടുത്തതാണ് എനർജി ഫ്ലോ. എന്താണ് എനർജി ഫ്ലോൻ്റെ ഗ്രാഫ് ചോദിച്ചാൽ പ്രൊഡ്യൂസേഴ്സിനായിരിക്കും കൂടുതൽ എനർജി, ഹെർബിവോർ അതിനെ കൺസ്യൂം ചെയ്യുമ്പോൾ അതിന് എനർജി കിട്ടും, കാർണിവോറിന് കൺസ്യൂം ചെയ്യുമ്പോൾ അതിന് എനർജി കിട്ടും. ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്കോളജിക്കൽ പിരമിഡ്സ്. ഒന്ന് ഇൻഡിവിജ്വലിനെ പറ്റിയിട്ടുള്ളത്, ഒന്ന് ബയോമാസിനെ കുറിച്ചിട്ടുള്ളത്. ബയോമാസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, GM² ഉണ്ട്, MgM³ ഉണ്ട്. അത് എനർജി ഫ്ലോ
ബേസ്ഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ് എന്താണ് ഹെർബിവോർ ആൻഡ് കാർണിവോർ. ഇതാണ് മേജറായിട്ടുള്ള എക്കോളജിക്കൽ പിരമിഡ്സ്. ഓക്കെ, ഇനി എന്താണ് ഈ സ്പീഷ്യസ് ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പീഷ്യസുകൾ എങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പഠിക്കാനുള്ള സ്പീഷ്യസ് ഇൻറ്ററാക്ഷൻസ് ആണ് ഇത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്താണ് എമൻസാലിസം. നെഗറ്റീവ് ഇൻറ്ററാക്ഷനും ഉണ്ട്, പോസിറ്റീവ് ഇൻറ്ററാക്ഷനും ഉണ്ട്, ന്യൂട്രൽ ഇൻറ്ററാക്ഷനും ഉണ്ട്. ഇങ്ങനെ പഠിച്ചു നോക്കുക. നെഗറ്റീവ് ഉണ്ട്, ഇതിനാണ് നെഗറ്റീവ് ഇൻറ്ററാക്ഷൻ എന്ന് പറയുക, ഇതിനെ പോസിറ്റീവ് ഇൻറ്ററാക്ഷൻ പറയുക, ന്യൂട്രൽ ഇൻറ്ററാക്ഷൻ പറയാം. അപ്പം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ പേരെങ്കിലും പഠിച്ചു വെക്കണം. എമൻസാലിസം നെഗറ്റീവാണ്, പ്രിഡിക്ഷൻ നെഗറ്റീവാണ്. ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് മാത്രമേ അതിനെ കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നുള്ളൂ, മറ്റൊരു സ്പീഷ്യസിന് അത് എഫക്റ്റ് ചെയ്യും. കാരണം വൺ സ്പീഷ്യസ് ഇസ് ഇൻഹിബിറ്റഡ് വൈൽ ദ അതർ സ്പീഷ്യസ് ഇസ് അൺഎഫക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം പ്രിഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രേനെയല്ല ഒരു പ്രിഡക്ടർ തിന്നുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, ഒരാൾക്ക് ബെനിഫിറ്റ് ഇല്ല. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വരുന്ന സമയത്ത് അടുത്തതുണ്ട് പാരസൈറ്റിസം. നമ്മൾ പറയാറില്ലേ, എന്താ പറയുക, പാരസൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ നിന്ന് ന്യൂട്രിയൻസ് എടുത്ത് കളയുമെന്ന് പറയില്ലേ പാരസൈറ്റ്സ്. അതെന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവാണ്. ലൈക്ക് ഒരാൾക്ക് ബെനിഫിഷ്യലാണ്, ഒരാൾക്ക് ഹാംഫുൾ ആണ്. അതാണ് പാരസൈറ്റ്സ്. ഇനി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും എന്താണ് എഫക്റ്റ് ചെയ്യും. അതാണ് ഏത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എമൻസാലിസം, പ്രിഡിക്ഷൻ, പാരസൈറ്റിസം, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻറ്ററാക്ഷനിൽ വരുന്നതാണ്. ഇനി പോസിറ്റീവ് ഇൻറ്ററാക്ഷനിൽ വരുന്നതാണ് കമൻസാലിസം, ന്യൂട്രലിസം, മ്യൂച്വലിസം. ഈ പേരുകളും നിങ്ങൾ ഓർത്ത് വെക്കണം. കമൻസാലിസം ഒന്നുമില്ല, രണ്ട് സ്പീഷ്യസിനും ബെനിഫിറ്റ് ഉണ്ടാവും. വൺ സ്പീഷ്യസിന് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, അതറിന് ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ഒരാൾക്ക് ബെനിഫിഷ്യൽ, ഒരാൾക്ക് ന്യൂട്രൽ. ന്യൂട്രലിസം എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും എന്തുണ്ടാവില്ല, എഫക്റ്റും ഉണ്ടാവില്ല, ഹാമും ഉണ്ടാവില്ല, ഗുണവും ഉണ്ടാവില്ല. അതാണ് മ്യൂച്വലിസം. രണ്ട് പേർക്കും ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് മ്യൂച്വലിസം. ഇനി ന്യൂട്രൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണോ അല്ല പോസിറ്റീവ്, നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ നെഗറ്റീവും അല്ല. അതിനെയാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. ന്യൂട്രലിസം എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അതാണ് ന്യൂട്രൽ. മനസ്സിലായല്ലോ? അപ്പം ഇത്രയേ ഉള്ളൂ. നെഗറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എമൻസാലിസവും, പ്രിഡിക്ഷനും, പാരസിറ്റിസവും, പിന്നെ അതേപോലെ തന്നെ കോമ്പറ്റീഷനുമാണ് വരുന്നതെന്ന് ആലോചിക്കണം. പോസിറ്റീവ് ഇൻട്രാക്ഷനിലാണ് കമൻസാലിസം, ന്യൂട്രലിസം, മ്യൂച്വലിസം വരുന്നതെന്ന് ആലോചിക്കണം. ന്യൂട്രൽ ഇൻട്രാക്ഷൻ ആവുന്ന സമയത്ത് രണ്ട് പേർക്കും ഗുണവും ഇല്ല, ദോഷവും ഇല്ല, മീൻസ് എഫക്റ്റ് ചെയ്യത്തേ ഇല്ല. ഇനി എന്താണ് ഈ ബയോം എന്ന് പറഞ്ഞാൽ? ബയോം എന്താണെന്നറിയാം? ബയോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിസ്ട്രിയൽ ബയോമും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്വാട്ടിക് ബയോമും ഉണ്ട്. ഈ ടെറിസ്ട്രിയൽ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? ഇതാ ഫോറസ്റ്റ്, ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്, തുണ്ട്ര. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ വാസ്റ്റ് ആയിട്ടുള്ള ബയോമല്ലേ, കാട് പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് നമുക്കിവിടെ കുറയില്ലേ. അപ്പോൾ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബയോമാണ്. ഡെസേർട്ട് എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡെസേർട്ട് ഉണ്ട്? സഹാറ ഡെസേർട്ട്, താർ ഡെസേർട്ട്, അങ്ങനെ പറഞ്ഞ് കുറേ ഡെസേർട്ട്സ് ഇല്ലേ. അപ്പം ഇതൊക്കെ ബയോംസിൽ വരുന്നതാണ്. അപ്പോൾ ഫോറസ്റ്റ്, ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്, തുണ്ട്ര ഇതെല്ലാം വരുന്നത് ബയോംസിലാണ്. അത് ടെറിസ്ട്രിയൽ ബയോംസിലാണ് വരുന്നത്. ഓക്കെ, ഇനി എക്വാട്ടിക് ബയോം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫ്രഷ് വാട്ടറുണ്ട്, മെറൈനുണ്ട്. ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്നതായിട്ടുള്ള ഫിഷസ് ഇല്ലേ, അതിൻ്റെ ബയോം എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ആയിരിക്കും. മെറൈൻ എന്ന് പറയുന്നത് എന്താണ്, മെറൈൻ ആയിട്ടുള്ള ഓർഗാനിസം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, നമ്മളുടെ ഓഷ്യനിലൊക്കെ കാണുന്ന ഫിഷസൊക്കെ വരുന്നത് ഈ എക്വാട്ടിക് ബയോമിലാണ്. ഇത് നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി, ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ബയോംസ് ഉണ്ടെന്ന്. ഇനി എന്താണ് എക്കോളജിക്കൽ സക്സഷൻ? കേട്ടിട്ടുണ്ടാവും. എന്താണ് എക്കോളജിക്കൽ സക്സഷൻ? ഒന്നുമില്ല, പണ്ട് എന്താ പറയുക, നമ്മളുടെ എർത്ത് ആദ്യം തന്നെ ഉണ്ടായപ്പോൾ ഫോറസ്റ്റ് ഒന്നും കൊണ്ടല്ലോ ഉണ്ടായത്. അതിപ്പോൾ ഇങ്ങനെ ഗ്രാജുവലി മാറി വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എർത്ത് എങ്ങനെയായിരുന്നു? ആദ്യം ഒരു ബെയർ റോക്കായിരുന്നു. അതിലേക്ക് ലൈക്കൺസ് വന്നു. ബെയർ റോക്കിലേക്ക് ലൈക്കൺസ് വന്ന് കുറച്ച് കാലം ജീവിച്ചിട്ട് അവിടേക്ക് എന്ത് വന്നു? സ്മോൾ ആനുവൽ പ്ലാന്റ്സ് വരാൻ തുടങ്ങി. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് വന്നു? പെരിനിയൽ ഹെർബ്സ്, ഗ്രാസസ് ഒക്കെ വരാൻ തുടങ്ങി. ഗ്രാസസ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ഗ്രാസസ്, ഷെറബ്, അതേപോലെ തന്നെ ഇൻടോളറൻറ്റ് ട്രീസ് ഒക്കെ വരാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഷെയ്ഡ് ടോളറൻസ് വരും. ഒന്നുമില്ല, ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പം ഒരു സ്ഥലം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാടൊക്കെ വെട്ടിക്കഴിഞ്ഞു, കുറേ കല്ലുള്ള സ്ഥലമായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 5-6 കൊല്ലം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അവിടെ ഫുൾ കാടായിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം അവിടെ സക്സഷൻ നടക്കുന്നുണ്ട്. ആദ്യം പൈനിയർ സ്റ്റേജസ് ഉണ്ടാവും. പൈനിയർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ലൈക്കൺസ്, അങ്ങനത്തെ കുഞ്ഞു ചെറിയ ഗ്രാസസ് ഒക്കെ ആയിരിക്കും വരിക. ഈ പൈനിയർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാസ് വരെ പൈനിയർ സ്റ്റേജാണ്. അത് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, അത് പറഞ്ഞാൽ നമ്മളുടെ ആൾപ്പൊക്കത്തിനനുസരിച്ചുള്ള ഗ്രാസസും ഷറബും അതൊക്കെ വരാൻ തുടങ്ങും. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ മരങ്ങളായിട്ട് അവിടേക്ക് മാറാൻ തുടങ്ങും. അപ്പം അതെന്താകും? ഒരു ടൈപ്പ് ഓഫ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഓർ ഫോറസ്റ്റ് ആവും. ഇതിന്ന് പിന്നെ വളരത്തില്ല. ഇതാണ് അവിടുത്തെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. അപ്പോൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്ഡ് ആൻഡ് ടോളറൻറ്റ് ട്രീസ് ആണ്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഏതെന്ന് വെച്ചാൽ ഗ്രാസ്, ഷ്രബ്, ഷെയ്ഡ്, ഇൻടോളറൻറ്റ് ട്രീസ് ആണ്.
അപ്പോൾ ഇനിയർ സ്റ്റേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്കൺസും പ്ലാന്റും അതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഇതാണ് ഇക്കോളജിക്കൽ സക്സഷൻ. ഇനി നിങ്ങൾക്ക് 3 സൈക്കിൾസാണ് പഠിക്കാനുള്ളത്. കാർബൺ സൈക്കിള്, ഫോട്ടോ സൈക്കിള്, ഫോസ്ഫറസ് സൈക്കിൾ. ഇത് നമ്മളുടെ എക്കോ സിസ്റ്റത്തിൽ എപ്പോഴും നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സൈക്കിളാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? കാർബൺ ഇല്ലേ? ഇതാ ഈ കാർബൺ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള കാർബൺ നമ്മൾ എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയായിട്ട് ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഗ്രീൻ പ്ലാന്റ്സ് ഫോസിലൈസേഷൻ ചെയ്യാമെന്ന് വെച്ചോ. മീൻസ് ഗ്രീൻ പ്ലാന്റ്സ് നമ്മൾ ഈ ഡൈനോസേഴ്സ് വന്ന സമയത്ത് കുറേ പ്ലാന്റ്സൊക്കെ മണ്ണിനടിയിലായി പോയില്ലേ? എന്നിട്ട് അവരെന്ത് ചെയ്തു? ഫോസിലൈസേഷൻ ചെയ്ത് അങ്ങനെയാണ് നമുക്ക് കോൾ, പെട്രോളിയം പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ ഇവർ ഫോസിലൈസേഷൻ വഴിയായിട്ട് നമുക്ക് പെട്രോളിയം, കോൾ പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടും. അതിനെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും അല്ലേ? ഇത് നമ്മളിപ്പോൾ കാറിലും ബസ്സിലും ഇതിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ? ബൈക്കിലും കാറിലും ഒക്കെ എല്ലാത്തിലും യൂസ് ചെയ്യുന്നില്ലേ? അപ്പം അതിൻ്റെ കമ്പഷൻ വഴി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാം. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്ലാന്റ്സ് നമ്മൾ തിന്നും. അത് പറഞ്ഞു കഴിഞ്ഞാൽ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ആനിമലിലല്ലേ തിന്നുന്നത്. ആനിമൽ തിന്ന് ഒന്നെങ്കിൽ റെസ്പിറേഷൻ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വിടും, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വിടും. ഇങ്ങനെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് അറ്റ്മോസ്ഫിയറിലെത്തും. അപ്പോൾ പിന്നെയും അത് ആരെടുക്കും? അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ് എടുക്കും. അങ്ങനെ ഇത് നടന്നുകൊണ്ടേയിരിക്കും. പ്ലാന്റ് നേരെ ചത്താലും ഡിക്കമ്പോസ് ചെയ്താലും റെസ്പയർ ചെയ്താലും കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇതാണ് കാർബൺ സൈക്കിൾ. മനസ്സിലായില്ലേ? ഇത് എളുപ്പമല്ലേ? ഒന്നുമില്ല കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ എടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളെ ഭൂമിയിലേക്ക് തിരിച്ച് തന്നെ വരുന്നുണ്ട്. അതിനുള്ള എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചത്. സെറ്റല്ലേ? ഒന്ന് ഫോസിലൈസേഷൻ ചെയ്യുമ്പോഴും ഒന്ന് ഈറ്റ് ചെയ്യുമ്പോഴും വരും. അത് ആലോചിക്കുക. എന്നിട്ട് ഫോസിലൈസേഷൻ ചെയ്തിട്ടുള്ള സാധനം നമ്മൾ കമ്പഷൻ ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ അതും എന്താണ് കുറച്ച് ഫാസ്റ്ററായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നുണ്ട്. ഇതാണ് കാർബൺ സൈക്കിൾ. ഇനി അടുത്ത് എന്താ? വാട്ടർ സൈക്കിൾ. അറിയോ? വാട്ട് ഈസ് വാട്ടർ സൈക്കിൾ? വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ നടക്കണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, നമ്മൾക്ക് വാട്ടർ എങ്ങനെയാണ് ഇവിടുന്ന് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയില്ലേ ഈ റിവറും ലേക്കും ഒക്കെ ചെറുതായി പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ? അത് പറഞ്ഞാൽ സൂര്യൻ്റെ കൂടുതലായിട്ടുള്ള എന്താ പറയുക ചൂട് കാരണം വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തു പോകും. അതുകൊണ്ട് ഇവാപ്പറേഷൻ ഫ്രം ഓഷ്യൻസ്, എർത്ത് ആൻഡ് ലീഫ് സർഫസ്, ഇത് മൂന്നെന്നാണ് ഇവാപ്പറേഷൻ എപ്പോഴും സംഭവിക്കുക. അപ്പം ഓഷ്യനിൽ നിന്നും വെള്ളം പോവും, എർത്തിൽ നിന്നും വെള്ളം പോവും, ലീഫിൽ നിന്നും വെള്ളം പോവും. അങ്ങനെ വെള്ളം പോകുമ്പം ഈ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? ക്ലൗഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലൗഡ് അറിയില്ലേ? നമ്മുടെ ഈ ക്ലൗഡ് ഫോം ചെയ്യും. ഈ ക്ലൗഡിലൊരു പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ നടന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? റെയിൻ പോലെ വരുന്നത്. സർഫസ് റൺ ഓഫ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അങ്ങനെ എന്ത് ചെയ്യും? നമുക്ക് സ്ട്രീംസിലും റിവറിലും ഒക്കെ എന്ത് കിട്ടും? പിന്നെയും വാട്ടർ കിട്ടും. അങ്ങനെ നമുക്കത് പിന്നെയും പ്ലാന്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പിറേഷൻ, ഇവാപ്പറേഷൻ വഴിയായിട്ട് പിന്നെയും അത് പോകും. അപ്പം ഇതും ഒരു സൈക്കിളാണ്. വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഓഷ്യൻസിൽ നിന്നും എർത്തിൽ നിന്നും ലീഫിൽ നിന്നും ഒക്കെ ക്ലൗഡ് ഫോർമേഷൻ വഴിയായിട്ട് എന്ത് ചെയ്യും? ക്ലൗഡ് കൂടാൻ തുടങ്ങും. അത് പറഞ്ഞാൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രസിപ്പിറ്റേഷൻ പ്രോസസ്സാണ്. അത് വഴിയായിട്ട് എന്ത് ചെയ്യും? നമുക്ക് വാട്ടർ എസ്കേപ്പ് ചെയ്യും. ആ എസ്കേപ്പ് ചെയ്യുന്ന വാട്ടർ തിരിച്ച് റെയിൻ വഴി നമുക്ക് തിരിച്ച് അവിടേക്ക് തന്നെ എത്തും. അങ്ങനെ നമുക്ക് പിന്നെയും ട്രാൻസ്പിറേഷൻ, ഇവാപ്പറേഷൻ വഴിയായിട്ട് വാട്ടർ പിന്നെയും റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നോർമലായിട്ടുള്ള പരിപാടി. ഇനി വരുന്ന അടുത്തതാണ് നമ്മുടെ ഫോസ്ഫറസ് സൈക്കിൾ. എന്താണ് ഈ ഫോസ്ഫറസ് സൈക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ? അറിയോ? ഫോസ്ഫറസ് സൈക്കിൾ ഒന്നുമില്ല. ഫോസ്ഫറസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ഒരു എലമെൻറ്റാണ്. നമ്മുടെ എർത്തിൽ കാണുന്ന ഒരു എലമെൻറ്റാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഈ ഫോസ്ഫറസ് സൈക്കിൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. യൂഷ്വലി സൾഫറൊക്കെ പഠിക്കാനുള്ളതാണ്, പക്ഷേ നിങ്ങൾക്കുള്ളത് ഫോസ്ഫറസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോസ്ഫറസിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് എന്ത് ചെയ്യും? പ്ലാന്റ്സിനെ ആനിമൽ കഴിക്കും. ആനിമൽ കഴിക്കുമ്പോൾ ആനിമലിൻ്റെ ബോണിലും ടീത്തിലും ഒക്കെ എന്തുണ്ടാകും? ഈ ഫോസ്ഫറസ് ഉണ്ടാകും. ഈ ഫോസ്ഫറസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഞ്ഞുകൂടും. അത് അടിഞ്ഞുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊരു വഴി ബോണിലും ടീത്തിലും ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ല കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാം. കുറച്ച് ബാക്ടീരിയ ഉണ്ട്. നോക്കും, ഇതാ ബാക്ടീരിയ. ഈ ബാക്ടീരിയനെ എന്ത് ചെയ്യും? ആനിമൽസ് ലൈക്ക് ഇപ്പോൾ പ്ലാന്റ് ഇത് നോക്കിക്കോ. ഫോസ്ഫറ്റൈസിങ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ബാക്ടീരിയ ഉണ്ട്. ഈ ഫോസ്ഫറ്റൈസിങ് ബാക്ടീരിയനെ എന്ത് ചെയ്യും? ബാക്ടീരിയാസ് കൺസ്യൂം ചെയ്യും. അങ്ങനെ ബാക്ടീരിയാസിനെ കൺസ്യൂം ചെയ്യുമ്പോൾ പ്ലാന്റ് എന്ത് ചെയ്യും? ബാക്ടീരിയ ഒക്കെ പ്ലാന്റിലും വളരത്തില്ലേ? പ്ലാന്റിൻ്റെ ഉള്ളിൽ കയറത്തില്ലേ? അതേപോലെ പ്ലാന്റിനെ ആര് കൺസ്യൂം ചെയ്യും? ആനിമൽ കൺസ്യൂം ചെയ്യും. അതേപോലെ ആനിമൽ ബാക്ടീരിയാസിനെയും കൺസ്യൂം ചെയ്യുന്നതുണ്ട്. ഓക്കെ, അങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ സമയത്ത് ഇത് പ്ലാന്റിലും എത്തി, ആനിമലിലും എത്തി.
അപ്പം അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ബോണിലും ടീത്തിലും ഒക്കെ എന്തുണ്ടാവും, ഫോസ്ഫറസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എക്സ്ക്രീഷൻ, നമ്മൾ കിഡ്നി എന്താ പറയുക, ഫോസ്ഫറസ് കുറേ ബോഡിയിലുണ്ടെങ്കിൽ അതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. ഓക്കെ, അങ്ങനെ ആ ഡിസോൾവ്ഡ് ഫോസ്ഫറസ് എന്ത് ചെയ്യും, നമ്മളുടെ സോയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പ്ലാന്റ് തന്നെ പിന്നെയും വലിച്ചെടുക്കും. ഒന്നാമത്തെ പരിപാടി. ബോണിലും ടീത്തിലും എത്തിയത് അതെന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡീക്കേ ഒക്കെ നടക്കുമ്പം അതും സോയിലിലെത്തി അതെന്ത് ചെയ്യും, മെറൈൻ ഫിഷസും ബേർഡ്സും അവരുടെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങും. എന്നിട്ട് അതെന്ത് ചെയ്യും, ഫോസ്ഫേറ്റ് റോക്സ്, ഗുഐനോ ഡെപ്പോസിറ്റ്, ഫോസിൽ, വോൾക്കാനിക് ഇറപ്ഷൻ അതൊക്കെ വഴിയായിട്ട് നമ്മളുടെ സോയിലിൽ തന്നെ കിടക്കും. എന്നിട്ട് അത് ഇറോഷൻ, സോയിൽ ഇറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയായിട്ട് ആ ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഫോസ്ഫറസ് എങ്ങോട്ടേക്ക് വരും, ഡീപ്പ് സെഡിമെൻറ്റ്സിലേക്ക് കയറും. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. ഫോസ്ഫറസ് എന്ന് പറയുന്ന സമയത്ത് ഫോസ്ഫറസ് സൈക്കിൾ ആദ്യം ഫോസ്ഫറ്റൈസിങ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടൊരു ബാക്ടീരിയ ഉണ്ടാവും. ഈ ഫോസ്ഫറ്റൈസിങ് ബാക്ടീരിയനെ ആര് കൺസ്യൂം ചെയ്യും, ബാക്ടീരിയ കൺസ്യൂം ചെയ്യും. പ്ലാന്റും ഇതേപോലെ തന്നെ ബാക്ടീരിയാസിനെ വളർത്തുന്നതുണ്ടാവും. പിന്നെ അതേപോലെ ആനിമൽസും ആ ബാക്ടീരിയനെ എന്ത് ചെയ്യും, നമ്മളറിയാത്ത കുറേ ബാക്ടീരിയാസ് നമുക്ക് ചുറ്റുമുണ്ട്. അതിനെ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോസ്ഫറസ് കിട്ടും. ഓക്കെ, അങ്ങനെ ഫോസ്ഫറസ് ഉണ്ടാക്കാം. പ്ലാന്റിൻ്റെ പ്രോട്ടോപ്ലാസം ഉണ്ടാക്കാൻ ആര് വേണം, ഫോസ്ഫറസ് വേണം. അപ്പോൾ പ്ലാന്റ് കൺസ്യൂം ചെയ്യുന്ന നമുക്കും എന്ത് കിട്ടും, ഫോസ്ഫറസ് കിട്ടും. ആ ഫോസ്ഫറസ് ബോൺസിലും ടീത്തിലും അക്യുമുലേറ്റ് ചെയ്യും. അത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സെഡിമെൻറ്റ്സിലേക്ക് പോകും. ഓക്കെ, വേറൊരു വഴി എക്സ്ക്രീഷൻ വഴി പോകും. എക്സ്ക്രീഷൻ ഡിസോൾവ്ഡ് ഫോസ്ഫേറ്റ്സ് നമ്മളുടെ പ്ലാന്റിലേക്ക് സോയിലിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മളുടെ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി വേറെയാണ് ഷാലോ മെറൈൻ സെഡിമെൻറ്റ്സ്. അത് മെറൈൻ മീൻസ് നമ്മളുടെ എന്താ പറയുക, സോയിലെത്തിക്കഴിഞ്ഞാൽ അത് വേഗം ഓഷ്യനിലെത്താൻ ഭയങ്കര എളുപ്പമല്ലേ. മീൻസ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മിനറലായി അത് നേരെ ഓഷ്യനിലേക്കൊക്കെയാണ് അവസാനം എത്തിച്ചേരുക. അപ്പോൾ ഓഷ്യനിലെത്തിക്കഴിഞ്ഞാൽ അത് മെറൈൻ ഫിഷസും അതേപോലെ അവിടെ ജീവിക്കുന്ന ആൾക്കാർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമ്മളുടെ ഫോസ്ഫേറ്റ് റോക്സ്, ഗുഐനോ ഡെപ്പോസിറ്റ്, ഫോസിലൊക്കെ ആയിട്ട് സോയിൽ ഇറോഷൻ വഴിയായിട്ട് എങ്ങോട്ടേക്ക് എത്തും, നമ്മൾ ഡിസോൾവ്ഡ് ഫോസ്ഫേറ്റ്സ് നേരെ നമ്മൾ സോയിലിൽ തന്നെ എത്തും. അപ്പം പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന സോയിലിൽ ഉണ്ടാകുന്ന ഫോസ്ഫറസ് തിരിച്ച് സോയിലിലേക്ക് എത്തുന്നതാണ് ഈ ഫോസ്ഫറസ് സെക്ഷൻ. പോകുന്ന വഴിക്ക് എത്രയോ പേര് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിത് അതേപോലെ പഠിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. എന്താണ് നമുക്ക് പഠിക്കാനുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോളജി എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്ന്, എൻവയറമെൻറ്റ് എന്താണെന്ന് ആലോചിക്കണം. എൻവയറമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, സറൗണ്ടിങ്ങിൽ ഉണ്ട് എന്ന് ആലോചിച്ച് വെക്കണം. പിന്നെ അബയോട്ടിക് എന്താണെന്ന് ആലോചിക്കണം. അബയോട്ടിക് എപ്പോഴും നോൺ ലിവിങ് ആയിട്ടുള്ളതായിരിക്കും, ബയോട്ടിക് ലിവിങ് ആയിരിക്കും. പിന്നെ എക്കോളജി ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, നമ്മൾ ഓർഗാനിസവും അതിൻ്റെ എൻവയറമെൻറ്റും തമ്മിലുള്ള ഒരു സ്റ്റഡീനെയാണ് എക്കോളജി പറയുന്നത്. ആ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ ബയോസ്ഫിയർ എന്താണെന്ന് നോക്കുക. ബയോസ്ഫിയറിൽ നമുക്ക് ബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ബയോസ്ഫിയറിൽ 3 ബയോസ്ഫിയർ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്, ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇനി എക്കോസിസ്റ്റം ഞങ്ങൾക്ക് ചോദിക്കുന്നത് പോണ്ട് എക്കോസിസ്റ്റമാണ്. പോണ്ട് എക്കോസിസ്റ്റത്തിൽ ഫൈറ്റോ പ്ലാങ്ക്ടനെ തിന്നാൻ സൂ പ്ലാങ്ക്ടൺ ഉണ്ട്. സൂ പ്ലാങ്ക്ടനെ തിന്നാൻ എന്തുണ്ട്, കാർണിവോഴ്സ് ഉണ്ട്. കാർണിവോഴ്സിനെ തിന്നാൻ പ്രൈമറി കാർണിവോർ, സെക്കൻഡറി കാർണിവോർ, ടേർഷ്യറി കാർണിവോർ, കൺസ്യൂമേഴ്സ് എന്നും കൂടെ നമുക്ക് അവരെ വിളിക്കാം. പിന്നെ ഇത് എനർജി ഫ്ലോൻ്റെ ഡയഗ്രാം നിങ്ങൾ നോക്കണം. പിന്നെ ഫുഡ് ചെയിൻ നോക്കണം. പിന്നെ ഇതാ എനർജി ഫ്ലോ കാണിക്കുന്നത് ഓട്ടോട്രോഫ്, ഹെർബിവോർ, പ്രൈമറി കാർണിവോർ, സെക്കൻഡറി കാർണിവോർ, ഡീകമ്പോസേഴ്സ്. പിന്നെ പിരമിഡ്സ് നോക്കി വെക്കണം. ആകെ അപ്സൈഡ് ഡൗൺ ആയിട്ട് വരുന്നത് ഈ ഒരു ബിറ്റോമാസ് MgM ക്യൂബ് വരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്പീഷീസ് ഇൻട്രാക്ഷൻ നോക്കുക. ബയോംസ് 2 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ്, ടെറസ്ട്രിയലും ഉണ്ടായിരുന്നു, അക്വാട്ടിക്കും ഉണ്ടായിരുന്നു. പിന്നെ എക്കോളജിക്കൽ സക്സഷൻ, ഒരു ബെയറായിട്ടുള്ളൊരു ഐലൻഡ് ഉണ്ടെങ്കിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ ഫോറസ്റ്റായി മാറുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് എക്കോളജിക്കൽ സക്സഷൻ. അവിടെ 3 സ്റ്റേജസ് ആണുള്ളത്, പൈനിയർ സ്റ്റേജ്, ഇൻ്റർമീഡിയറ്റ്, ക്ലൈമാക്സ്, കമ്മ്യൂണിറ്റി. ഇതും ഓർത്ത് വെക്കണം. പിന്നെ കാർബൺ സൈക്കിൾ, കാർബൺ ഉണ്ടായത് തിരിച്ചെങ്ങനെയാണ് നമ്മളുടെ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് കാർബൺ സൈക്കിൾ ഫസ്റ്റ് വൺ പറയുന്നത്. പിന്നെ വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് അത് ക്ലൗഡിലേക്ക് കൊണ്ടുപോകുന്നു. ക്ലൗഡിൽ നിന്ന് അത് എന്ത് ചെയ്യും, പ്രസിപ്പിറ്റേഷൻ വഴിയായിട്ട് തിരിച്ച് നമുക്ക് പ്ലാന്റ് തന്നെ എടുത്ത് പ്ലാന്റ് എന്ത് ചെയ്യുന്നു, ഇവാപറേഷൻ വഴിയായിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ ഫോസ്ഫറസ് നമ്മളുടെ പ്ലാന്റിൽ മേജർലി ഫോസ്ഫറസ് വേണം. കാരണം അവരുടെ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ഒരു ലെയർ ഓഫ് സെല്ലുണ്ട്. ആ സെല്ല് ഉണ്ടാക്കാൻ ആര് വേണം, ഫോസ്ഫറസ് വേണം. അപ്പോൾ ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ ആ പ്ലാന്റിനെ കൺസ്യൂം ചെയ്യുന്ന ആനിമലിന് ഫോസ്ഫറസ് കിട്ടും. നമ്മളുടെ ബോഡിയിൽ ഫോസ്ഫറസ് കിട്ടിയാൽ നമ്മൾ ഡെഡ് ആൻഡ് ഡീക്കേ ആകുമ്പോൾ നമുക്ക് അത് എന്തുണ്ടാവും, അത് സോയിലിലേക്ക് തന്നെ പോകും. അപ്പോൾ തിരിച്ച് നമുക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫോസ്ഫറസ് കിട്ടുന്ന വേറൊരു വഴിയാണ് വോൾക്കാനിക് അപ്പറ്റൈറ്റ്. കാരണം വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് കുറേ ടൈപ്പ് ഓഫ് ഫോസിൽസ് ലൈക്ക് ഫോസ്ഫറസ് വിടുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ പറയുമല്ലോ, വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന ഒരു ഏരിയ ആണ്, ഓഫ് ലാൻഡ് ആണുള്ളതെങ്കിൽ ഇവിടെ കൃഷി ചെയ്യാനും ഭയങ്കര ന്യൂട്രിയൻ്റ് ഉള്ള സ്ഥലമാണ്.
കാരണം വോൾക്കാനിക് ഇറപ്ഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ സോയിലാണ്. അതിൽ കൂടുതലായിട്ടും എന്തുണ്ടാകും, കൂടുതൽ കണ്ടൻസ് ഓഫ് ഫോസ്ഫറസ്, കുറേ അയോൺസ് അതൊക്കെ ഉണ്ടാവും. അപ്പം ഈ അയോൺസിൻ്റെ ഒക്കെ പ്രസൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമലി നമ്മൾ എന്ത് കൾട്ടിവേറ്റ് ചെയ്താലും ഒരു നല്ല എമൗണ്ടിൽ ഫെർട്ടിലൈസേഴ്സ് പോലെ, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് പോലെ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ലതായിട്ട് നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഫോസ്ഫറസ് സൈക്കിളിൽ നമുക്ക് മേജർലി വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്, ആനിമൽസ്, അങ്ങനെ ഫിഷസ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏതിൽ പഠിക്കേണ്ടത്, ലൈക്ക് നോർമലി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എളുപ്പമല്ലേ? എക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ എപ്പോഴും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. അറ്റ്മോസ്ഫിയറും എൻവയറമെൻറ്റും എല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു വാസ്റ്റ് ഏരിയ അല്ലേ, അപ്പം നിങ്ങൾക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്രയും പഠിച്ചാൽ മതി ഇതിൽ. ഓക്കെ, താങ്ക് യു.